ഈ മണം മാത്രം മതി, എന്തു വേണേലും കഴിക്കാം. എടി അന്നെ അതിന്റെ മണം പോകുന്നതിന് മുമ്പ് അതിങ്ങ് കൊണ്ടുവന്നേ. എന്തു ആന്റിയുടെ കൂടെ നീ കുക്കിംഗ് ഒക്കെ ഒന്ന് പഠിക്കണം. പോസ്റ്റൽ കട്ട്ലൈറ്റ് ഇത് ആദ്യം ടേസ്റ്റ് ചെയ്തിട്ട് മതി, പിന്നെ അത്താഴം തുടങ്ങാൻ. എന്റെ കർത്താവേ, എന്ത് പറ്റി? ഞാൻ പ്രാർത്ഥിക്കായിരുന്നു. എന്റെ മക്കളെ പ്രാർത്ഥിച്ചോട്ടെ. ഗ്രാൻഡ്, വണ്ടർഫുൾ. കഴിച്ചു നോക്ക്, നല്ല പന്നി നെയ്യിൽ ഉണ്ടാക്കിയതാ. എടുക്കുന്നേ. കുക്കിംഗ് പഠിത്തം ഇന്ന് തന്നെ തുടങ്ങിയാലോ? വേണ്ടടി അന്നെ, നല്ല മുഹൂർത്തം നോക്കി രാഹുകാലത്തിന് തുടങ്ങാം. അത് ശരിയാ. ഞാൻ എന്റെ അന്നയെ പുകഴ്ത്തി പറയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 2 മാസം തികയുന്ന ദിവസം എന്റെ മൂത്ത ജ്യേഷ്ഠൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നീ പോയി ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നേ. അല്ലേ എന്ത് പാവാന്നറിയോത്? അന്ന് ഈ പോസ്റ്റൽ കട്ട്ലേറ്റ് എന്റെ ജ്യേഷ്ഠന് കൊടുത്തു. അത് കഴിച്ചതിന് ശേഷം ഇന്ന് വരെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആരും കാലുകുത്തിയിട്ടില്ല. അവളിത് പന്നിനെയിലല്ല പട്ടിനെയിൽ ഉണ്ടാക്കി തരും. മോന് വേണ്ടെങ്കിൽ അത് തുപ്പിക്കളാ. മക്കളെ, പിന്നെ വല്യപ്പൻ നമ്മുടെ കുടുംബത്തിൽ വന്നില്ല കേട്ടാ. അവൾ ഇനി എന്തൊക്കെയാണ് അവ ഉണ്ടാക്കിക്കൊണ്ടേ? ഏയ് ഒന്നുമില്ലടേ. അത്താഴപ്പട്ടിണിയായി. പുറത്തൊന്നും എല്ലാം കഴിച്ചാൽ മതിയായിരുന്നു. ചപ്പാത്തിയും ചിക്കൻ കറിയും നന്നായിരുന്നു. നാശം, ആ പോസ്റ്റൽ കട്ട്ലറ്റിന്റെ ടേസ്റ്റ് നാക്കിന്ന് മാറുന്നില്ല. എന്തിനാ ചാടിക്കറി കഴിച്ചേ? ഇതിപ്പോ ഇങ്ങനെ ആവുന്ന ആരെങ്കിലും വിചാരിച്ചോ? കട്ട്ലേറ്റ് കടിച്ചപ്പോ എക്സ്പ്രഷൻ കാണണമായിരുന്നു. അതങ്ങ് എൻജോയ് ചെയ്യായിരുന്നു അല്ലേ? പിടിച്ച് കടിച്ച ചത്തു പോണു. എടി എന്നെ ഇങ്ങോട്ട് വരാൻ. ഞാൻ 100 ഓണം ഇൻജക്ഷൻ ചെയ്യാൻ. എന്താ എന്നെ ഇവിടെ വരാൻ. എന്താ ഉണ്ടായി? കാട്ടുപോട്ടെ. എന്ത് മതി? എനിക്കിപ്പോ രണ്ടാലെന്ന് അറിയണം. വാറ കൊടുക്കുന്നത് അവനോ ഞാനോ? കാര്യം പറ. എന്തായാലും വവ്വാല് ആന ഇവിടെ തോക്ക. പ്രശ്നമാക്കണ്ട, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. പരിഹാരം ഒന്നും വേണ്ട, എനിക്ക് സീസൺ ഇപ്പൊ കാണണം. നേരം കുറയായി. തണുപ്പത്ത് ഇങ്ങനെ പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുമോ? ഞാൻ സീസൺ വിളിച്ചിട്ടില്ലേ. ഞാനും കൂടെ വരാം. വേണ്ട, താനോട് നിൽക്ക്. എന്തിരിട്ടത് പേടിയാവൂ. എന്തേ? ശ്രീരാമനോട് വന്നേ. ഒന്നും ഉണ്ടായിട്ടില്ല, തനിക്കൊരു കൂട്ട്. പോണ്ടേന്ന് കണ്ണൂടെ വിചാരിക്കുന്നു. ഈ ഹെൽമെറ്റ് ഒക്കെ വെച്ചിട്ട് ചന്ദ്രനിലേക്ക് പോവാണോ? നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞങ്ങൾ അവനെ എടാ അങ്ങടെ പോവാന്ന് ഇതിന്. മക്കളെ പ്രാർത്ഥിക്കട്ടാ. ഇതിനു മുമ്പ് നിൽക്കാനും കൊന്നിട്ടുണ്ടോ ചങ്ങാതി? പേടിച്ചോടി. എവിടെയാണ് അവൻ? ആര്? നിന്റെ അളിയനാ? വവ്വാൽ. അതെവിടെയെന്ന് നോക്കാൻ. പട്ടിയുടെ മോനെ. എടാ അതൊരു അത് പൂവ് വെച്ചേക്കണൊരു എവിടെ? വവ്വാലെവിടെ എനിക്കറിയാൻ പറ്റുമോ? നോക്ക്, ആരെ മിസ്? ഇവിടുന്ന് അങ്ങനെ ഇവിടെ എന്റെ കൈ അടിക്കോ? വീട്ടിൽ കയറിയിട്ടാണ് കേട്ടവൻ. അടിക്ക് എവിടെ? തലേന്ന് മുമ്പേ തൊപ്പി ഊരി. അന്നലെ ഇതൊക്കെ നിന്നെ കൊണ്ടുവന്ന കാര്യം എനിക്കില്ല. നീ ലൈറ്റ് കളഞ്ഞു. അതിന് ഞാൻ അടിക്കടോ. മിസ് രണ്ടാമത്തെ മിസ്. ഏത് മിസ്? ആരുടെ മിസ്? ഇതെന്താ എന്റെ നെഞ്ഞെത്തിക്ക് വരുന്ന കർത്താവേ? എന്റെ അടുത്തേക്ക് വരുന്നു. അടിക്കണോ? കൊല്ലും ഞാൻ. എന്റെ കൈയ്യടി പറഞ്ഞ ഒന്നും പറഞ്ഞില്ല. പോയത് പിന്നെ വരൂല്ലേ? പോയിട്ട്
ഇല്ല. ദേ വരുന്നു. ദേ വരുന്നു. ദേ വരുന്നു. ഏ? ഏ? അതെ, എനിക്കൊരു കണ്ണാടി വെച്ച പോലെ ഉണ്ടല്ലോ, കൂളിംഗ് ഗ്ലാസ് കണ്ണാടി വെച്ച പോലെ. നിനക്ക് വല്ല നിറം മാറ്റം തോന്നുന്നുണ്ടോ? ബബുവാലി ചത്തു, ബബുവാലി ചത്തു. ക്യാമറ, ക്യാമറ, ഫോറിൻ ക്യാമറ, ക്യാമറ, ക്യാമറ. നിങ്ങൾ പോയിക്കോ, ഞാൻ പുറകെ വരാം. അന്നോട് ഇരിക്കട്ടെ. ആ ക്യാമറ. ഇതിനെന്താ വില? നിക്കണോടെ എന്താ വില ഇതിന്? 350 റുപ്യ. ഈ പഴയ ക്യാമറയ്ക്ക് അതെ, പുതിയ 1000 റുപ്യ കൊടുക്കണ്ടേ? ഇതില് കളറും ബ്ലാക്ക് ആൻഡ് വൈറ്റും കൊടുക്കാം. ഇതിലോ? അതെ, അപ്പൊ കളർ ഇട്ടിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടൂല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടാലോ? കളറും കിട്ടൂല. താൻ എന്നെ പഠിപ്പിക്കാൻ വരണ്ടേട്ടാ. എനിക്കങ്ങനെ തർക്കിച്ചിക്കാണ്ടല്ല. അതെന്താ, തനിക്ക് ബാങ്കിൽ വല്ല പണി? ബാങ്കിലെ പണിയല്ല, ഇത് മാത്രല്ല അനവധി സാധനങ്ങൾ വേറെയും കൊണ്ട് വിൽക്കാനുള്ളതാ. ഇതുപോലൊരു ക്യാമറ എന്റെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് നോക്കാൻ പറ്റും. ഇവിടെ നിൽക്കേ, ഇതിന്റെ ശരിയായിട്ടുള്ള വില എന്താ? 300 റുപ്യ. ഒരു കാര്യം ചെയ്യാം, ഞാനൊരു 250 രൂപ വരട്ടെ. ഇതിന്റെ പകുതി തരാം. എന്നൊരു കാര്യം ചെയ്യാം, എന്റെ പകുതി കൊടുത്തായോ? നിങ്ങളെ ക്യാമറകളോട്ട് വേറെ പണിയുണ്ട് ഇവിടെ. ക്യാമറ നിക്ക് 5 പേരെ എണ്ണുന്നതിനകത്ത് എന്നെ വിളിച്ചാൽ ഞാൻ വരും. വണ്ടി കേറിയ പിന്നെ ഞാൻ ഇറങ്ങില്ല. ഇറങ്ങണ്ട. അല്ല, ഈ 5 എന്നുള്ളത് 10 പേരാക്കിക്കൂടെ? അപ്പൊ വെറുതെ വരും. അല്ല, അതിലേക്ക് വേറെ ആരും വന്നാലോ? 1 2. ഹലോ, എന്നെ വിളിച്ചു. ക്യാമറ. എന്നെ വിളിച്ചോന്ന്. ആര്? ഞാൻ ക്യാമറ വിളിച്ചതാ. കളിയാക്കാൻ. ഹലോ, ആർക്കും വാങ്ങാ, ആർക്കും വാങ്ങാ. ഹലോ സാറേ, എന്താ? നഷ്ടാണ്, എന്നാലും വേണ്ടില്ല, കാശ് കൊടു. ഈ ക്യാമറയുടെ കവർ അവിടെ പോയി. കവറോ? മുങ്ങിക്കിട്ടിയ സാധനത്തിന് കവറും കോപ്പൊക്കെ ഉണ്ടാവോ? മുങ്ങിക്കിട്ട്. പിന്നല്ലാതെ കസ്റ്റംസിനെ കണ്ട് കള്ളക്കടത്തിന് കടലിൽ താത്തിയ സാധനമാണിത്. ഞാൻ അതിന് കവർ എടുത്തു കൊടുക്കാൻ. അന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന പോലത്തെ ക്യാമറ തന്നെ കിട്ടി. എന്താ ഈ ഊട്ടിലൊക്കെ എനിക്ക് തോന്നുന്നത് ക്യാമറ വളരെ ചീപ്പാണ്. പിള്ളേര് കിടന്ന് വെള്ളം ഇവരെന്താ പട്ടിണി ഇരുന്ന് വന്നതാ? കോഴി ആദ്യമായിട്ട് ഇവിടെ ചെക്ക എന്തിനു കിടന്ന് ചാടണേ? നിനക്ക് ഉറുമ്പ് പിടിക്കില്ല? മോഞ്ചുമാരി നിന്റെ കൈ കൊണ്ട് പിടിച്ചാൽ തന്നെ കോഴി ചാവും. ഒന്ന് മയറ്റി പിടിക്കുന്ന കുതിരെ. വെട്ടണം. ഇതിന്റെ വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ആദ്യം നീ വെട്ട്. പേടിയുണ്ടോ? പേടി എന്തിനാ? വെട്ട്. അല്ല, ആദ്യം നീ വെച്ച് പിന്നെ ഞാൻ വെട്ടിയ ഇച്ചായനങ്ങ് വെട്ടിയേച്ചാ മതി. ഒരു കോഴിയെ കൊല്ലുന്ന കാര്യം. കോഴി ഒന്ന് ആത്മഹത്യ ചെയ്താൽ എന്ത് പറ്റി? ഈ കോഴി എന്താ എന്നോട് ഇങ്ങനെ പെരുമാറണേ? കോഴി പെരുമാറുകയെ. അങ്ങളെ ശ്ശോ. ഈ കോഴിയെ വെട്ടുന്നൊക്കെ ഇത്ര വലിയൊരു പ്രശ്നമാക്കാൻ പാടണ്ട. ശ്രീരാമ വെട്ടാൻ പറ്റും. ഇങ്ങോട്ട് ആ, അത് തന്നെ. മിടുക്കനെ അവിടേക്ക്. ഇവനെ ഞാൻ കുന്നംകുളത്ത് കല്യാണത്തിന് കോഴിനെ വെട്ടാൻ കൊണ്ടുപോയി. അയ്യോ. അപ്പ കത്തിക്ക് മൂർച്ചുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. വെള്ളം വെച്ചോക്കട്ടെ, വെള്ളം വെച്ചോട്ടെ. ഞങ്ങളുടെ കുടുംബക്കാർക്ക് ഇതല്ല പണി മോനെ. അത് തള്ളക്ക് മനസ്സിലായിട്ടില്ല. ആ, നാളെ കോഴിനും ഒരു പോർക്കും ഒരു ആനക്കുട്ടിനും മേടിച്ചാണ്ട് തരാം. തിന്നാല ഓരോരുത്തരന്മാര് നടക്കുക. ആ ബാവനെ വാ നോക്ക്. ആന്റി ഇവിടെ ഇരിക്കുക. അത്താഴം റെഡി. കുരുമുളകൊക്കെ ഇട്ട് നല്ല എണ്ണയിൽ അസലായിട്ട് വറുത്ത് ചുവന്ന്, ഓ കാണാൻ തന്നെ എന്ത് രസാണെന്നറിയോ. ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ട. വേണ്ടേ? എനിക്ക് നല്ല സുഖമില്ല. എല്ലാരും അവിടെ കാത്തിരിക്കുക. ഞാൻ വരുന്നില്ലെന്ന് പറയേ. എന്താ പ്രശ്നം? ഭക്ഷണം കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട, സുഖമില്ല. വേണ്ടെങ്കി വേണ്ട. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിക്കാൻ പോവാ. ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എന്താ ഈ മൂഡ് ഔട്ടിന് കാരണം? ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കഴിക്കേ.
എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റില്ല. അമ്മമാരെ കൊണ്ടുള്ള ശല്യം. നിങ്ങൾ എല്ലാവരും വണ്ടി കയറിക്കോ. ശ്രീരാമ, ശ്രീരാമ, നീ എന്താ ഇവിടെ നിൽക്കണേ? ഒന്നുമില്ല. ഉണ്ട് അവിടെ ഒന്നും പറയാനുണ്ട? ഇല്ല. പിന്നെ എന്തിനാണ് എന്റെ ഇവിടെ കാണണേ? എടാ, അതിന് എന്റെ വീട്ടിട്ട് കയറണം അതിന്. ഇതെന്ത് ശല്യത്? എന്താ നിങ്ങളെ? ആ ശ്രീരാമ, ഞങ്ങൾ വീട് പൂട്ടിയിട്ടില്ല, ഷോപ്പിങ്ങിന് പോവാണ്. കിച്ചണിൽ ബ്രെഡ് ഉണ്ട്, മുട്ടയുണ്ട്, വെസ്റ്റ് പണി കഴിച്ചോ. ഞാൻ നിന്നോട് എന്തോ പറയാണ്ടായിരുന്നു. ചാവാൻ പോവാ. കൊണ്ടോ കൊണ്ടോ. എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? ഞാൻ ശരിയാക്കാം. ഇന്നലെ എന്തായിരുന്നു ഒരു പണിമുടക്ക്? പറയാൻ പാടില്ലാത്ത കാര്യമല്ലോ ആണോ? കോഴി വെട്ടാൻ പോയി എന്തിനാ? പാവല്ലേ അത്? ഓ അത് ശരി, അത്രേ ഉള്ള കാര്യം. കോഴിമുട്ട വെട്ടുന്ന പ്രശ്നമൊന്നുമില്ലല്ലോ. എന്നാലേ ഇനി അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംഭവത്തിന് മുമ്പ് പറയണം. ആകപ്പാട് 7-8 ദിവസമേ ഇവിടെ ഉള്ളൂ. അതിങ്ങനെ മൂഡ് ഓഫ് ആക്കി കളയാനുള്ളതല്ല. എന്തേ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേട്ടാ. അതെ, എന്നെ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. നമ്മുടെ സീസർ എവിടെ? അതേ ടോമി ചേട്ടാ. ടോമിയാ? ആ, ഏത് ടോമി? ആ ചെത്തലപ്പട്ടി. ഏ? അതിന്റെ പേര് മാറ്റി. ആര് മാറ്റി? ഞാൻ മാറ്റി. എന്തിനു മാറ്റി? ചേട്ടാ, ചേട്ടനിവിടെ വന്നതിന് ശേഷം നാട്ടുകാർ മുഴുവൻ സീസർ എന്നല്ല വിളിക്കുന്നത്. പിന്നെ മതി 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 മതി. വേണ്ട വേണ്ട വേണ്ട. ഞങ്ങള് 10 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോവല്ലേ. അപ്പൊ പിന്നെ നിനക്ക് നിന്റെ പേര് വെച്ച് കിട്ടില്ലേ? ഇതെന്താ ഇതില്? എന്താ? സോഡ. ഇവനാള് ശരിയല്ലാട്ടാ. ശരിക്കും മരത്തിങ്ങോട്ട് ചാരി നിർത്തിട്ട് മഫ്ലർ കൂട്ടി ഒറ്റ ഇടിച്ചാലേ ശരിയാവുള്ളൂ. എന്ത് ഇത് പിന്നോട്ട് പോവാ? പണ്ടാരാണ് ഞാൻ. ദേ പിന്നെയും പിന്നോട്ട് പോണു. കുതിര അങ്ങോട്ട് തിരിച്ചു നിർത്തിയേ, എന്നാലത് ഓടും. അതൊന്നുമല്ല, എവനൊരു ചാവാളി സൈസാ. അവൻ അവന്റെ നിഴല് കണ്ട് പേടിച്ചു നിൽക്കുക. ഓ പിന്നെ നിഴല് കണ്ട് പേടിച്ചു നിൽക്കുന്ന ഒരു ജന്തു. അണ്ണേ ഇങ്ങോട്ടൊന്ന് തിരിച്ചു നിർത്ത്. ആ ആ. അയ്യോ അയ്യോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ ഈശോ. ഈശ്വരടാ പൗലോ. ചേട്ടൻ ഇവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ കിടന്ന് നോവൽ എഴുതാ. എന്തേ? ഇതിനടി കിടന്നോ? ആ നല്ല തണലല്ലടാ. എന്നാ ചേട്ടൻ ഇവിടെ കിടന്ന് നോവൽ എഴുതിക്കോ, ഞാനിപ്പോ വരാം. നീ ഇപ്പൊ എവിടേക്ക് പോണേ? ഇന്ദുലേഖനും ശ്രീരാമനും കാണാൻ. ആ എന്നാ നീ പോയിക്കോ. ഓക്കെ. ഓക്കെ.
ബൈ 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 ബൈ. കാലെടുക്കണ കുറച്ച് നേരം. അവൻ വരുന്നുണ്ട്. ആര്? മറ്റവൻ പാര. സീസറോ? ഒന്ന് അവോയ്ഡ് ചെയ്യണമല്ലോ. എന്താ ഇപ്പൊ ചെയ്യാ? അല്ല, നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണോ? ഔട്ടിങ്ങിന് പോണ്ടേ? ഏതാണ്ട് എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. ഈ അടുത്ത കാലത്ത് കണ്ടുപിടിച്ച 2 സ്ഥലം കൂടി ഉണ്ട്, അതും കൂടി കാണാതെ. എന്തുവിന് നല്ല സുഖമില്ല. എന്നാ നമുക്ക് ആശുപത്രി പോയാലോ? ഇപ്പൊ പുതിയൊരു ആശുപത്രി കണ്ടുപിടിച്ചിട്ടുണ്ട്, അല്ലെ തുറന്നുണ്ട്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള അസുഖമൊന്നുമില്ല. ഒരു ദിവസം റെസ്റ്റ് എടുത്താൽ മാറാവുന്നേ ഉള്ളൂ. കണ്ടാൽ അങ്ങനെയല്ലല്ലോ, മുഖെല്ലാം വല്ലാതെ ക്ഷീണിച്ച്. ഇതങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റിയ പണിയല്ല. നമുക്ക് ഇപ്പോ എന്തോ, ഞാനിപ്പോ വരാം, ഉടനെ വരാം. സീസർ, സീസർ, ഇത് എവിടെ പോയി കിടക്കുക? ചേട്ടനെ വിളിച്ചോ? ഞാൻ നിന്നെ വിളിച്ചില്ല, ഞാൻ എന്റെ പട്ടിനെ വിളിച്ചതാ. എന്നാ ഞാൻ പോട്ടെ. നീ ഇപ്പൊ എവിടേക്ക് പോണേ? എനിക്ക് എന്തൊരു ആശുപത്രി നീ കൊണ്ടുപോകും? ഒരാളെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോകണം. നീ പോയേ. ചേട്ടാ, അത് പ്രശ്നമാണ്. നീ പോവാൻ. ചേട്ടാ, സീരിയസ് ആണ്. നിന്നൊക്കെ ഏത് നേരത്തെ ജനിച്ചേ? 1944 കർക്കിടകം 14-ാം തീയതി മൂല നക്ഷത്രം. മങ്കി, മങ്കി, അയ്യ. കൊല്ലിയൻ.